നമസ്കാരം. എന്താണ് ബിഗ് ബോസ് സീസൺ 7 നടക്കുന്നത്? ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 മലയാളം എത്രത്തോളം ഒരു ഗെയിം ഷോയായി മാറുന്നുണ്ടത് ഇല്ല എന്ന് തന്നെ നിശേഷം നമുക്ക് പറയാൻ കഴിയും. കാരണം അതിനകത്തെ കണ്ടസ്റ്റൻ്റ് ഒന്നും തന്നെ യാതൊരുവിധ കണ്ടൻറ്റും ഉണ്ടാക്കുന്നില്ല. എന്താ പറയുക, ബിഗ് ബോസ് ഈ ഇത്രയും സീസണിനെക്കാട്ടിലും നല്ല മികച്ച ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ 7. പക്ഷേ ഇത്രയും ദിവസമായണക്കേം തന്നെ ഈ കണ്ടസ്റ്റൻ്റ് ഒരാൾ പോലും നല്ലൊരു കണ്ടൻറ്റ് ആ ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു അസൂയ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ ഒരു പറഞ്ഞാൽ നമ്മൾ ചില ഊളക്കളികളെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയൊക്കെ പോലെ ഒരു അത്ര ഒരു ഇതില്ലാത്ത കണ്ടൻറ്റൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതൊക്കെ കണ്ടൻറ്റ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ചുമ്മാ ബഹളം, ഒരു കുഞ്ഞ് കാര്യങ്ങളെ പോലും പിടിച്ച് അത് വലിയൊരു പ്രോബ്ലമാക്കി സിറ്റുവേറ്റ് ചെയ്തിട്ട് അടിയോടടിയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ അവർ ഈ അടി ഉണ്ടാക്കുന്നത്? നല്ല രീതിയിൽ എത്രയോ സീസൺസ് ഉണ്ട് ഇങ്ങനെ കടന്നു പോയത്, എത്ര കണ്ടൻ്റ് ഉണ്ട്. ഇതുവരെ ഒരു സീസണിൽ ഇല്ലാത്ത പോലെ അടിയാണ്. അനീഷിൻ്റെ കാര്യം പറയുകയും വേണം. അനീഷ് കലപ്പില്ല കാര്യം പറച്ചിലാണ്. എന്നാൽ നമുക്ക് ഒരുവിധം കണ്ടൻറ്റ് കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ അനീഷിനെ ഉൾപ്പെടുത്താം. ഒരു 30% അല്ലെങ്കിൽ ഒരു 45% കണ്ടൻറ്റ് അനീഷ് കൊണ്ടുവരുന്നു. എന്നാൽ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റോ, രേണുസുതി ആണെങ്കിൽ രേണുസുതിയുടെ പുറത്തുള്ള ഈവൻ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെ ഓരോ ഇഷ്യൂസൊക്കെ അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതൊന്നും കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ന്യായീകരിക്കാൻ വേറെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ലാത്ത പോലെ ഒരു ബിഗ് ബോസിൽ കൊണ്ടുവന്ന് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് പല കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ നോക്കിയാൽ സുധി അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റോസൊക്കെ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ, പ്രശ്നങ്ങളൊക്കെ, അതൊക്കെയാണ് അവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നെവിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്തു. കാരണം അവിടെ എല്ലാം ഒന്ന് മിങ്കിളായിട്ട് കൊച്ചു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുമോൾ കുറച്ച് ഇമേജസ് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഓർഡേഴ്സൊക്കെ ഏറ്റവും കൂടുതലുള്ള അനുമോൾക്കായിരിക്കും. കാരണം സീരിയലിലായാലും ഒക്കെ വന്ന് ഒരുപാട് പേർ അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെയാണ് ഷാനവാസ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാത്ത പോലെ. എന്ന് വെച്ചാൽ ചില കളികളെ കളിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും സീസൺ 5 വരുമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 1 വീക്കൊക്കെ കഴിയുമ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനേ പറ്റില്ല. കാരണം അത്രത്തോളം അങ്ങനെയുള്ളൊരു സീസണാണിത്. പക്ഷേ ഇതിൽ റൂള് ബ്രേക്ക് ചെയ്യുന്ന ജിസയിൽ മേക്കപ്പ് ഇടാതെ ഇരിക്കാനേ കഴിയത്തില്ല. അവർക്ക് എപ്പോഴും മേക്കപ്പ് തന്നെ ഇടണം. പിന്നെ നമുക്കങ്ങനെ പറയാനും കഴിയില്ല. കാരണം മേക്കപ്പിനെ കുറ്റം പറയല്ല, കാരണം ഇതൊരു ഗെയിം ഷോയാണ്. അപ്പോൾ അവർ പറയുന്ന റൂൾ ആൻഡ് റെഗുലേഷൻസൊക്കെ അനുസരിക്കണം എന്നുള്ള അവർക്കൊരു ഇതുണ്ടല്ലോ, അതനുസരിച്ചല്ലേ അവർ ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അവർ ബിഗ് ബോസിനെ അനുസരിക്കണ്ടേ? ഇത് അങ്ങനെയൊന്നുമല്ല. പിന്നെ പറയാം, ഇപ്പോൾ ആര്യനും അക്ബറും കൂടി ഒരു കൂട്ടായിട്ടുണ്ട്. അതുപോലെ റെന കുറച്ച് കളിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി അറിയത്തില്ല, അതൊക്കെ ഇനി വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാലും 1 വീക്ക് കഴിഞ്ഞിട്ട് ഇതുവരെ ആരെയും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരൊറ്റ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, 100-ൽ 95% അവിടെ അടിയാണ്. 5% എങ്ങാനും കണ്ടൻറ്റ് എങ്ങാനും അവിടെ കിട്ടിയാലായി, ഇല്ല. അതിൻ്റെ പേരിലാണല്ലോ ഈ ബിഗ് ബോസ് ഇപ്പോൾ ഉടനെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തുക എന്നൊക്കെ. പിന്നെ അതുപോലെ പറയണല്ലേ, എന്താ പറയുന്നത്, ബിൻസിയൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണോയെന്ന് വെച്ചാൽ ആക്റ്റീവ്, എന്നാൽ അല്ലേന്ന് വെച്ചാൽ അല്ല. ശൈത്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തുകൂടിയില്ല. പിന്നെ അതുപോലെ അഭിലാഷ് ഈ വീക്കിലാണെങ്കിൽ ഒരു എലിമിനേഷനും വരാത്തതാണ്. അയാൾ ഇത് സേഫ് ഗെയിമാണോ കളിക്കുന്നത്? അയാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഏതോ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം രേണുസുതി ഒന്നും ഇതിനകത്ത് ഒരു കണ്ടൻറ്റും കൊടുക്കുന്നില്ലേ. എന്തായാലും ഈ സീസൺ എന്ന് പറഞ്ഞത് കുറച്ച് ഓവർ ഷോ കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിട്ട് പോകുന്നു. ബിന്നിയൊക്കെ എന്താണോ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം.